സത്യം പറഞ്ഞാലുണ്ടല്ലോ, എൻ്റെ വിവാഹം അടിപൊളിയായിട്ട് നടത്തണമെന്നായിരുന്നു എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ആഗ്രഹം. അതിനു വേണ്ടിയിട്ട് എൻ്റെ ഡാഡിയും മമ്മിയും എത്രയും പെട്ടെന്ന് അമേരിക്കയിൽ നിന്നും തിരിക്കാനായിട്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് എൻ്റെ അങ്കിളിൻ്റെ മരണം. അങ്കിൾ എന്ന് വെച്ചാലുണ്ടല്ലോ, എൻ്റെ അമ്മയുടെ ഒരേ ഒരു സഹോദരൻ. അദ്ദേഹമാണെങ്കിൽ എന്നെ നിലത്ത് വെക്കാതെ കൊണ്ടു നടന്നതാണ്. പാവം എൻ്റെ മാമ മരിച്ചുപോയി. അതുകൊണ്ട് തന്നെ എൻ്റെ ഡാഡിക്കും മമ്മിക്കും വരാൻ പറ്റില്ല. അതുകൊണ്ട് ഇനിയിപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഒന്നുകിൽ ഞാനും നിഷയും തമ്മിലുള്ള വിവാഹം രജിസ്റ്റർ മാരേജ് ചെയ്ത് തരണം. അതല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഈ ഒരു മുഹൂർത്തം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ 2 വർഷത്തിന് ശേഷമേ വിവാഹം നടക്കുകയുള്ളൂ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ വിക്രമല്ല, നമ്മുടെ മനോഹർ വന്നിട്ട് പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ ഉടനെ തന്നെ എന്താ പറയുന്നത്, നമ്മുടെ നിഷയൊക്കെ എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത്? നിഷയുടെ അച്ഛനും അമ്മയും ഇതിന് അനുകൂലമായിരിക്കുമോ അതേ പ്രതികൂലമായിരിക്കുമോ എന്നൊക്കെ അറിയണ്ടേ. അപ്പോൾ നമുക്ക് അതിലേക്കൊക്കെ പോവാം. അതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അങ്ങ് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്തേക്കാനും മറക്കരുത്. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം പ്രത്യേകം പറയട്ടെ, ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് പോകാം. ഇത് 9-ാം തീയതിയിലെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ്. ശരിക്കും പറയുകയാണെങ്കിൽ 8, 9 ഒന്നും ഞാൻ ശരിക്കും വീഡിയോ ഒന്നും അങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. കാര്യം എനിക്ക് നല്ല പനിയും ശ്വാസമുട്ടും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂയിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ CS-ഉം രൂപയും കിരണും കല്യാണിയും എല്ലാവരും കൂടി ഇങ്ങനെ ഒരുമിച്ചിരുന്ന് സംസാരിക്കുകയാണ്. സത്യത്തിൽ ആ സംസാരിക്കുന്നതിൻ്റെ പിന്നിലൊരു കാര്യമുണ്ട്. മറ്റൊന്നുമല്ല, നമ്മുടെ പ്രകാശൻ നമ്മുടെ വിക്രത്തെയും കൊണ്ട് നമ്മുടെ സരയു കൺസ്ട്രക്ഷനിൽ വന്നിട്ട് കുറേ വെല്ലുവിളികളൊക്കെ നടത്തിയിട്ട് പോയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതേക്കുറിച്ചാണ് അവരുടെ സംസാരം, അവരുടെ ആ ഒരു സംസാര വിഷയമെന്ന് വെച്ചാൽ. അപ്പോൾ CS പറയുകയാണ്, ശരിക്കും പറയുകയാണെങ്കിൽ ആ പ്രകാശനുണ്ടല്ലോ, അവന് എവിടെ നിന്നോ കുറച്ച് പൈസ തടഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ അവൻ ഇത്രയേറെ അഹങ്കരിക്കത്തൊന്നുമില്ല. അവൻ്റെ പിന്നിൽ ആരോ ഉണ്ട് എന്നിങ്ങനെ പറയുകയാണ്. അത് കേൾക്കുമ്പോൾ നമ്മുടെ കിരൺ പറയുകയാണ്, ശരിയാണ് അച്ഛ, എനിക്കും അത് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം അങ്ങേരുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ അങ്ങേർക്ക് എങ്ങനെ വിക്രത്തെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റും? എന്തായാലും സാധാരണ ഒരു വക്കീൽ വാദിച്ചെന്നും പറഞ്ഞ് വിക്രത്തെ പുറത്തേക്കൊന്നും ഇറക്കാൻ പറ്റില്ല. അപ്പോൾ അയാൾ ഇത്ര കൂളായിട്ട് വിക്രത്തെ പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ ആരെങ്കിലുമൊക്കെ കാണും എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ കല്യാണി പറയണ, അത് ശരിയാ കിരണേട്ടൻ പറഞ്ഞത്. അപ്പുറത്തെ വീട്ടിൽ ജോലിക്ക് നിൽക്കുകയായിരുന്നല്ലോ അമ്മുമ്മ, അവിടെ വന്നിട്ട് അങ്ങേര് അമ്മുമ്മയെ കൊണ്ടുപോകുന്ന സമയത്തിന് അവിടെ 4 ദിവസം അമ്മുമ്മ പണി ചെയ്തതിൻ്റെ പൈസ അങ്ങോട്ട് കൊടുക്കുകയാണ് ചെയ്തത്. അത്രയ്ക്ക് അഹങ്കാരമാണ് കാണിച്ചത്. അങ്ങനെയൊക്കെ കാണിക്കണമെന്നുണ്ടെങ്കിൽ കയ്യിൽ എന്തായാലും പൈസ ഉണ്ടാവുമല്ലോ എന്നിങ്ങനെ പറയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമ്മുടെ രൂപ പറയാണ്, അത് ശരിയാണ്. ഇനി ഇത്രയും നാൾ പ്രകാശൻ്റെ ശല്യം മാത്രമേ പേടിക്കേണ്ടതുള്ളായിരുന്നു. ഇപ്പോഴാണെങ്കിൽ വിക്രമും കൂടെ പുറത്തിറങ്ങിയിട്ടുണ്ട്. പുറത്തുള്ള പ്രകാശനേക്കാളും ഏറെ പേടിക്കേണ്ടത് ജയിലിൽ കിടന്ന് ഇറങ്ങി വരുന്ന നമ്മുടെ വിക്രത്തെയാണ് എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ രൂപ. അത് കേൾക്കുന്ന സമയത്ത് നമ്മുടെ CS പറയാണ്, അത് ശരിയാണ്, അത് രൂപ പറഞ്ഞത് വളരെ സത്യമായിട്ടുള്ള കാര്യമാണ്. ശരിക്കും വിക്രത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവൻ ഇത്രയും ദിവസം ജയിലിൽ കിടന്ന് ഒരുപാട് തട്ട് കൊണ്ട് ശീലിച്ചതാണ്. അതായത് നല്ല പെട അവിടെ നിന്ന് അവന് കിട്ടിയിട്ടുണ്ടായിരുന്നു. എൻ്റെ കുറച്ച് നല്ല സുഹൃത്തുക്കൾ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവന് നല്ലത് കൊടുക്കണമെന്ന്. അപ്പോൾ അതൊക്കെ കൊണ്ട് അവന് നന്നായിട്ട് അവിടെ നിന്ന് എല്ലാ ദിവസവും കിട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ അങ്ങനെയുള്ളവൻ ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അവന് പിന്നീട് ഒന്നിനോടും ഒരു ഭയം ഉണ്ടാവില്ല. പിന്നെ ഇനി അവൻ ജയിലിലോട്ട് തന്നെ പോകാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവനെ എല്ലാവരും ഭയന്നേ മതിയാവും. പ്രത്യേകിച്ചും കല്യാണി മോളും അതുപോലെ തന്നെ സോണിയും നന്നായിട്ട് പേടിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഏതൊരു പാതിരാത്രി കഴിഞ്ഞ നേരത്തും അവനെയും അവൻ്റെ അച്ഛനെയും നമ്മൾ പ്രതീക്ഷിച്ചിരുന്നേ പറ്റുള്ളൂ. അങ്ങനെ കയറി വരുന്ന അവൻ്റെ കയ്യിൽ മാരകായുധങ്ങൾ വല്ലതും ഉണ്ടാവും എന്നിങ്ങനെ പറയാണ്. പിന്നെ നമുക്കൊക്കെ ഇതേക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യാമെന്നല്ലാതെ അവനെപ്പോലെ അത്രയും തരം താഴ്ന്ന് ചിന്തിക്കാനോ തിരിച്ചങ്ങനെ ചെയ്യാമെന്ന് കരുതാനോ നമ്മളെ കൊണ്ടൊന്നും പറ്റില്ലല്ലോ. അവനും അവൻ്റെ അച്ഛനും ഒക്കെ മനുഷ്യകോലത്തിൽ നടക്കുന്ന മൃഗങ്ങളല്ലേ എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ എന്നിട്ട് സേനൻ പറയുകയാണ്, ഇനി സോണിയോട് കൂടി പറയണം, ഒന്ന് കരുതിയിരിക്കാൻ പറയണം. ഒരു തവണ ആൽബിയെ കയറി വന്ന് ആക്രമിച്ചവനാണ്. ഇനി അവൻ വരികയാണെങ്കിൽ ഒരുപക്ഷെ സോണിയെയും ആൽബിയെയും നേരത്തെ പോലെ ആയിരിക്കില്ല, ചിലപ്പോൾ ജീവൻ എടുക്കാൻ പോലും അവൻ മടിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ സംസാരിക്കുകയാണ്. ഇതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്തിന്
നമ്മുടെ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ എന്താണ് നമ്മുടെ കല്യാണിക്ക് ഒരു ചെറിയൊരു പേടി പോലെയൊക്കെ തോന്നുകയാണ്. അപ്പോൾ നമ്മുടെ കിരൺ പറയുകയാണ്, കല്യാണി നീ പേടിക്കൊന്നും വേണ്ട, നിനക്ക് ഞാനുണ്ടല്ലോ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ നമ്മുടെ എന്താ രൂപ പറയുകയാണ്, ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ രതീഷിൻ്റെയും കാദംബരിയുടെയും കൂടെ ആയിരുന്നല്ലോ കുറേ നാൾ പ്രകാശനും അമ്മയും ഒക്കെ താമസിച്ചിരുന്നത്. എന്നിട്ട് അത് കഴിഞ്ഞ് വിക്രം വിവാഹം കഴിച്ച് ശരണ്യയുടെ വീട്ടിലേക്ക് താമസം മാറിയ സമയത്തിന് ഈ കാദംബരിയെയും അതുപോലെ രതീഷിനെയും താഴ്ത്തി കെട്ടിയിട്ട് അവിടെ അവരുടെ അടുത്ത് നിന്ന് ഗർവ് കാണിച്ചിട്ടല്ലേ ശരണ്യയുടെ വീട്ടിലേക്ക് താമസം മാറിയത്. അപ്പോൾ അവിടെ വച്ചും അവർക്ക് നല്ല രീതിയിലുള്ള തിക്താനുഭവങ്ങളൊക്കെ ഉണ്ടായി. എന്നിട്ടും അവർ പഠിച്ചില്ല. അതുപോലെയാണ് ഇപ്പം എവിടെയോ കയറി പറ്റിയിട്ടുണ്ട്. എന്തായാലും അധികം വൈകാതെ തന്നെ അവിടെ നിന്ന് നല്ല തിരിച്ചടി ഇവർക്ക് കിട്ടും. എന്തായാലും അത്രയ്ക്ക് നല്ല ജാതകമാണല്ലോ അവരുടേത്. അത് കിട്ടിക്കഴിയുമ്പോൾ അവർ വന്നോളും എല്ലാവരുടെയും കൈയും കാലും പിടിക്കാൻ വേണ്ടിയിട്ട്. അതിന് ഒരു ഉളുപ്പുമില്ലാത്ത ജാതികളാണല്ലോ എന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് നമ്മുടെ കിരൺ പറയണേ, എന്തൊക്കെ പറഞ്ഞ് ഇനി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവരെ അടുപ്പിക്കുന്ന ഒരു പ്രശ്നവുമില്ല. കല്യാണി ആ കാര്യത്തിൽ ഇപ്പോഴേ മനസ്സുകൊണ്ട് ഒരു തീരുമാനം എടുക്കണം കേട്ടോ എന്നിങ്ങനെ പറയണം. അപ്പോൾ കല്യാണി പറയണം, കിരണേട്ടാ ഒരിക്കലും ഞാൻ അവരെ രണ്ടുപേരെയും അംഗീകരിക്കില്ല. ഒരിക്കലും ഇനി എൻ്റെ ഭാഗത്ത് നിന്നും ഒരു സഹായവും കിട്ടാനും പോകുന്നില്ല എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അങ്ങനെ പറയുമ്പോഴത്തേക്ക് നമ്മുടെ CS പറയണം, അതേ മോളെ നീ ഇങ്ങനെ ഒരു ഉറച്ച തീരുമാനം എടുത്താൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ നമുക്ക് എന്നിങ്ങനെ പറയണം. അതേ സമയത്ത് പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കാർത്തികയും അമ്മയുമാണ്. കാർത്തികയുടെ അമ്മ പറയാണ്, ശരിക്കും അവിടെയും സംസാര വിഷയം നമ്മുടെ വിക്രത്തെയും പ്രകാശിനെയും പറ്റിയിട്ടാണ്. അപ്പോൾ നമ്മുടെ കാർത്തികയുടെ അമ്മ പറയാണ്, മോളെ കാർത്തികെ ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ ചെന്നൈയിൽ നിന്നും ഇവിടേക്ക് കേരളത്തിലേക്ക് നമ്മുടെ ബിസിനസ് കൊണ്ടുവരണമെന്ന് ഞാൻ പറഞ്ഞതിന് പിന്നിൽ മറ്റൊരു കാര്യവും കൂടിയുണ്ട്. ഇവിടെ നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ ബിസിനസ് നമ്മൾ കേരളത്തിൽ കൂടി വ്യാപിപ്പിച്ചിട്ട് ഇവിടെ തന്നെ നമുക്കൊരു വില്ല എടുത്തിട്ട് നമ്മളിവിടെ താമസിക്കണമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്ക് കുറേ നല്ല ബന്ധങ്ങൾ നിനക്ക് കിട്ടും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പായിരുന്നു. കാരണം ഞാൻ എപ്പോഴും പ്രകാശൻ്റെ ഫാമിലിയെക്കുറിച്ച് തിരക്കിക്കൊണ്ടേയിരുന്നു. അപ്പോൾ എനിക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു പ്രകാശൻ്റെ കുടുംബത്തെ പറ്റി. അയാളുടെ ഭാര്യ എന്ന് പറയുന്ന സ്ത്രീ ഒരു സാധു സ്ത്രീയാണ്. പിന്നെ അയാൾക്ക് ജനിച്ച കല്യാണി എന്ന് പറയുന്ന മകളുടെ കാര്യം പറയേ വേണ്ട. തൊഴുത്തിലായിരുന്നു ആ പാവം പെൺകുട്ടി ജനിച്ചു വളർന്നത്. പക്ഷേ അതുകൊണ്ട് തന്നെ അവൻ്റെ ആ ക്രൂരതകൾക്ക് പാത്രമായി തീർന്നത് കൊണ്ട് തന്നെ ഇന്ന് അവൾക്ക് ഏറ്റവും നല്ല രീതിയിലുള്ള ജീവിതമാണ് ഈശ്വരൻ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ അയാളുടെ മൂത്ത മകളായ കാദംബരിയും ആ കുട്ടിയും ആളൊരു പാവമാണ്. അപ്പോൾ എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു ഇവിടെ മോളൊരു വീട് വെച്ച് താമസിക്കുമ്പോൾ അമ്മയുടെ കാലശേഷം ആയാലും മോൾക്ക് നല്ല നല്ല ബന്ധങ്ങൾ കിട്ടുന്നു. അതുകൊണ്ടാണ് ഒരു നല്ലൊരു കൂടപ്പിറപ്പിനെ നല്ല കൂടപ്പിറപ്പുകളെ മോക്ക് ഇവിടെ നിന്ന് കിട്ടുന്നു. അമ്മയുടെ സ്ഥാനത്ത് ഒരു ചെറിയമ്മയും മോക്ക് ഇവിടെ നിന്ന് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ മോളെ കൊണ്ട് ഇവിടെ വീട് വെപ്പിക്കാനായിട്ട് താല്പര്യം കാണിച്ചത് എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം നമ്മുടെ ലക്ഷ്മി പറയുകയാണ്, മോളെ ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ ആ പ്രകാശൻ എന്ന് പറയുന്നവനെ വരച്ച വരയിൽ നിർത്തണം. അവൻ ഈ അനുഭവിക്കുന്നതൊന്നും പോരാ, ഇതൊക്കെ വളരെ ചെറുതാണ്. ഇതിനേക്കാൾ വലുത് അവൻ അനുഭവിക്കാനിരിക്കുന്നതേ ഉള്ളൂ. പെണ്ണെന്ന് പറയുന്ന വർഗത്തോട് വെറുപ്പുള്ള അവൻ പെണ്ണാണ് ലോകത്ത് ഏറ്റവും വലുതെന്ന് വിശ്വസിക്കണം. അവനത് മനസ്സിലാക്കി കൊടുക്കണം മോളെ. അതിനു വേണ്ടിയിട്ടാണ് ഇനിയുള്ള എല്ലാ നീക്കങ്ങളും എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ കാർത്തിക പറയാണ്, ശരിയാണമ്മേ, ശരിയാണ്, എൻ്റെ മനസ്സിലും ഉണ്ടായിരുന്നു ചില ചിന്തകളൊക്കെ എന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല. എൻ്റെ അമ്മയെ ഈ വിധം കണ്ണുനീര് കുടിപ്പിച്ചത് എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ അമ്മയുടെ അരികിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന് ഉപേക്ഷിച്ച അയാൾക്കിട്ട് നല്ല പണി കൊടുക്കണമെന്ന് തന്നെയായിരുന്നു എൻ്റെ മനസ്സിൽ. അതുകൊണ്ട് തന്നെ അമ്മേ ഞാനിപ്പോൾ ഇങ്ങനെ ഓരോന്നും മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. എൻ്റെ മനസ്സിൽ ചില ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ അമ്മ എന്നേക്ക് പറഞ്ഞു തന്നതിനും അപ്പുറത്തേക്ക് എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം നമ്മുടെ കാർത്തിക പറയാണ്, ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ എൻ്റെ അച്ഛനെന്ന് പറയുന്നവൻ്റെ അമ്മയില്ലേ, അമ്മൂമ്മ, അവരൊക്കെ ഇട്ടാണ് രണ്ട് കൊടുക്കേണ്ടത്. കിളവിയെ ഞാനുണ്ടല്ലോ നമ്മുടെ കമ്പനിയുടെ ചില അച്ചാറ് അതുപോലെയുള്ള സംഭവത്തിൻ്റെയൊക്കെ മേൽനോട്ടം ഞാൻ കിളവിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. കിളവി അതുകൊണ്ട് തറയിലെങ്ങും അല്ല. ഞാനറിയാൻ സാധിച്ചത് എന്താണെന്നറിയാമോ? അവിടെ എല്ലാവരെയും ഭരിച്ച് കെട്ടുകയാണ്. അവരുടെ വിചാരം ഉണ്ടല്ലോ അവിടെ നിൽക്കുന്ന ജോലിക്കാരെയൊക്കെ മേയ്ക്കാനായിട്ട് ഞാൻ അവരെ ഏൽപ്പിച്ചതെന്ന അവരെ വിചാരം. അവർ
എല്ലാവരെയും നല്ല രീതിയിൽ ഭരിക്കുന്നുണ്ട്. പക്ഷേ അവർക്കറിയില്ലല്ലോ അവിടെ ജോലി ചെയ്യുന്ന സ്റ്റാഫിൻ്റെ വില പോലും അവർക്കില്ല എന്നുള്ള കാര്യം. ഭരിച്ച് കെട്ടട്ടെ അമ്മേ, ഒരു ദിവസം ഉണ്ടല്ലോ കാലെ വലിച്ച് ഞാൻ നിലത്തിടുന്നുണ്ട് കിളവിയെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ലക്ഷ്മി പറയാണ്, അത് വേണം മോളെ, അത് വേണം. സ്വന്തം മകനെ പെൺകുട്ടികളെ വെറുക്കാനായിട്ട് പഠിപ്പിച്ച ഒരു സ്ത്രീയാണ് അവർ. അതുകൊണ്ട് അവരിങ്ങനെയൊന്നും അനുഭവിച്ചാൽ പോരാ, അവരെ നിലത്തിട്ട് ചവിട്ടി അരയ്ക്കണം, ശ്വാസം മുട്ടിക്കണം എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ കാർത്തികയും അമ്മയും കൂടി ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ പദ്ധതി ചെയ്യാണ്. പിന്നീടെന്ന് വെച്ചാൽ നമ്മുടെ മനോഹറിൻ്റെ കാര്യമാണ്. മനോഹറാണെങ്കിൽ നേരെ നമ്മുടെ നിഷയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. നമ്മുടെ മനോഹറിനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാവണം നമ്മുടെ നിഷയുടെ അച്ഛനും അമ്മയ്ക്കും. അപ്പോൾ മനോഹർ ചോദിക്കുകയാണ്, നിഷ എവിടെ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അച്ഛനും അമ്മയും പറയുകയാണ്, ശരിക്കും പറയുകയാണെങ്കിൽ അവളിവിടെ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പം ഇല്ല, അവളുടെ ചില ഫ്രണ്ട്സിനെയൊക്കെ വിവാഹം വിളിക്കാനായിട്ട് പോയിരിക്കുകയാണെന്ന് പറയുന്നത്. അപ്പം മനോഹർ പറയാണ്, ഓ അത് ശരി, ഞാൻ മോളുവിനെ കൂടി കാണാനായിട്ട് വന്നതാണ്, പക്ഷേ എനിക്ക് അർജൻറ്റായിട്ടൊരു കാര്യം പറയണമായിരുന്നു, അത് എനിക്ക് പറഞ്ഞേ തീരൂ. എന്താ മോനെ പറയാനുള്ളത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശിവദാസൻ ചോദിക്കുകയാണ്. ഭാര്യയും ഉണ്ട് ഒപ്പം. അപ്പോൾ ആ സമയത്ത് മനോഹർ പറയുകയാണ്, നമ്മുടെ വിവാഹം, എൻ്റെ നിഷയുടെയും വിവാഹം നല്ല രീതിയിൽ നടത്തണമെന്ന് തന്നെയായിരുന്നു എൻ്റെ ആഗ്രഹം. എൻ്റെ ഡാഡിയും മമ്മിയും അതിനായിട്ട് അമേരിക്കയിൽ നിന്ന് വരാനായിട്ട് പുറപ്പെടാനും തുടങ്ങിയതാണ്. അപ്പോഴാണ് അവിടെ ഒരു അത്യാഹിതം സംഭവിച്ചത്. അയ്യോ, എന്ത് പറ്റി മോനെ ചോദിക്കുന്നത് നിഷയുടെ അമ്മയാണ്. അപ്പോൾ നമ്മുടെ മനോഹർ പറയാണ്, ആൻറ്റി അത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ അമ്മയ്ക്ക് ഒരേ ഒരു സഹോദരനെ ഉണ്ടായിരുന്നുള്ളൂ, എൻ്റെ പ്രിയപ്പെട്ട അങ്കിൾ. എന്നെ കുട്ടിക്കാലത്ത് ഒരുപാട് സ്നേഹിച്ച ആളാണ്. എന്നെ ഒത്തിരി എടുത്ത് നടന്നിട്ടുണ്ട് എൻ്റെ അങ്കിൾ. ശരിക്കും അങ്കിളിൻ്റെ മകനേക്കാളും അങ്കിളിന് ഏറെ ഇഷ്ടം എന്നെയാണ്. എന്നിട്ടും ആ അങ്കിൾ രോഗാവസ്ഥയിലായിരുന്നു. ശരിക്കും പറയുകയാണെങ്കിൽ അങ്കിളിന് സുഖമില്ലാതിരുന്ന സമയത്ത് ഞാൻ അങ്കിളിനെയും കൊണ്ട് അമേരിക്കയിൽ കൊണ്ടുപോയി ഒരുപാട് ട്രീറ്റ്മെൻറ്റൊക്കെ കൊടുത്തതാണ്. ഒരുവിധം രക്ഷപ്പെട്ടതുമാണ്. പിന്നീട് അങ്കിളിനെ തിരിച്ച് മക്കളുടെയും പേരക്കുട്ടികളുടെയും അടുത്ത് വരണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്കിളിനെ കൊണ്ടുവന്ന് ബോംബെയിലുള്ള അങ്കിളിൻ്റെ ഫ്ലാറ്റിൽ കൊണ്ടാക്കി. പക്ഷേ അതിനുശേഷം ഞാൻ അമേരിക്കയിലേക്ക് പോവുമായിരുന്നു. പിന്നീട് അങ്കിളിന് അസുഖം വന്ന കാര്യമൊക്കെ ഞാൻ അങ്ങനെ എൻ്റെ തിരക്ക് മൂലം എനിക്ക് തിരക്കാനൊന്നും പറ്റിയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ പെട്ടെന്ന് അങ്കിളിന് രോഗാവസ്ഥ മൂർച്ഛിച്ച് അങ്കിൾ ഇപ്പോൾ മരിച്ചുപോയി. അയ്യോ, ഇനിയിപ്പോൾ എന്താ മോനെ ചെയ്യുക? അതെ അമ്മേ, ഇനി എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു അവസ്ഥയിലാണ് ഞാനിരിക്കുന്നത്. എന്ന് വെച്ചാൽ എൻ്റെ അങ്കിൾ എന്ന് വെച്ചാൽ എൻ്റെ അമ്മയുടെ ഒരേ ഒരു ആങ്ങളെയാണ്. അങ്കിളിൻ്റെ ബോഡി ബോംബെയിലുള്ള അങ്കിളിൻ്റെ ഫ്ലാറ്റിലാണ് അങ്കിളിൻ്റെ ബോഡി ദഹിപ്പിക്കാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാത്ത ആ ഒരു വിഷമത്തിലാണ്. എൻ്റെ അച്ഛനും അമ്മയും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അതായത് ഡാഡി മമ്മി എന്നാണ് പറയുന്നത് പുള്ളിക്കാരൻ. അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, വിവാഹം അതുകൊണ്ട് വലിയ രീതിയിലൊന്നും നടത്തണ്ട, കുഞ്ഞൊരു ചടങ്ങായിട്ട് മാത്രം നടത്തിയാൽ മതിയെന്നും, വിവാഹത്തിന് എൻ്റെ ഡാഡിക്കും മമ്മിക്കൊന്നും വരാൻ പറ്റില്ല, അതിൽ അവർക്ക് നല്ല സങ്കടമുണ്ട്, പിന്നെ അവർ പങ്കെടുക്കണം എന്നുണ്ടെങ്കിൽ പിന്നീട് തൊട്ടടുത്ത മുഹൂർത്തം നോക്കാമെന്നാണ് കരുതിയത്. അങ്ങനെ ഞങ്ങൾ പോയി തൊട്ടടുത്ത മുഹൂർത്തം നോക്കിയപ്പോൾ പിന്നീട് 2 വർഷത്തിന് ശേഷമേ ഉള്ളൂ എൻ്റെയും നിഷയുടെയും വിവാഹത്തിനുള്ള സമയം. അപ്പോൾ അത്രയും ഒരു നീണ്ട ഒരു ഗ്യാപ്പ് വരുന്നുണ്ട്. അപ്പോൾ ഇനി എന്ത് വേണമെന്ന് ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിഷയെ രജിസ്റ്റർ മാരേജ് ചെയ്യാനും ഞാൻ തയ്യാറാണ് എന്നിങ്ങനെ പറയുകയാണ്. അത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ നിഷയുടെ അമ്മ പറയണം, അയ്യോ മോനെ, അത് പിന്നെ എന്ത് ചെയ്യാനാണ്, അവൾക്ക് നല്ല സങ്കടമാവും മോനെ, വിവാഹമൊക്കെ നല്ല രീതിയിൽ നടത്തണമെന്നായിരുന്നു എൻ്റെ മോളുടെ ആഗ്രഹം. അവളുടെ ചേച്ചി എന്ന് പറയുന്നവൾ ഒരുത്തൻ്റെ കൂടെ ഒളിച്ചോടി പോയില്ലേ, പിന്നീടുള്ളത് ഈ ഒരു ഒറ്റ മോളല്ലേ ഉള്ളൂ. അപ്പോൾ അവളുടെ കാര്യം നല്ല രീതിയിൽ നടത്തണമെന്ന് എനിക്കും ഇദ്ദേഹത്തിന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ മനോഹർ പറയുകയാണ്, എന്ത് ചെയ്യാം ആൻറ്റി, എനിക്കും അതിൽ നല്ല വിഷമമുണ്ട്, പക്ഷേ വിവാഹം അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് 2 വർഷത്തിന് ശേഷം മതി വിവാഹം എന്നിങ്ങനെ പറയുകയാണ്. അത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ ശിവദാസൻ പറയുകയാണ്, അയ്യോ മോനെ, അത് ഒരുപാട് നീണ്ടു പോവില്ലേ എന്ന് പറയുകയാണ്. അപ്പോൾ മനോഹർ പറയാണ്, തൽക്കാലം ഇപ്പോൾ അതിനെ പറ്റുള്ളൂ, ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യാനാണെങ്കിൽ ഞാൻ നിസ്സഹായനാണ് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഉടനെ നമ്മുടെ നിഷയുടെ അമ്മ ചോദിക്കണം, അയ്യോ മോനെ, അങ്ങനെ സ്വന്തം അങ്കിളാണ് മരിച്ചതെന്നുണ്ടെങ്കിൽ പൊലയൊക്കെ ഇല്ലേ, പൊലയൊക്കെ കിടക്കുന്ന സമയത്ത് എങ്ങനെ വിവാഹം
നടത്താൻ പറ്റും? ആ അതാണ് ആൻറ്റി ആകെ ഒരു പ്രശ്നമായിട്ടിരിക്കുന്നത്. എൻ്റെ ഡാഡിയും മമ്മിയും പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഡാഡിക്കും മമ്മിക്കും പോലും വിവാഹത്തിൽ പങ്കെടുക്കാൻ പറ്റില്ല. ഇപ്പോൾ ഈ പൊലയൊക്കെ കിടക്കുന്ന സമയത്ത് വിവാഹം നടത്തി കഴിഞ്ഞാൽ നമ്മളെ ബന്ധുക്കളൊക്കെ പ്രശ്നങ്ങളുണ്ടാക്കും. അതുകൊണ്ട് തൽക്കാലം ബന്ധുക്കളെ ആരെയും അറിയിക്കാതെ തന്നെ വിവാഹം നടത്താമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് അവർ പറഞ്ഞിരിക്കുന്നത്, എൻ്റെ ഡാഡിയും മമ്മിയും പറഞ്ഞു തന്നത് തൽക്കാലം ഒരു രജിസ്റ്റർ മാരേജ് ചെയ്താൽ മതി എന്നാണ്. ഓ എല്ലാവർക്കും ജോമയാണ് ഇവിടെ. തൽക്കാലം ഒരു രജിസ്റ്റർ മാരേജ് ആയിട്ട് ചെയ്താൽ മതി. അതിനുശേഷം വിവാഹമൊക്കെ കഴിഞ്ഞിട്ട് പൊലയും അതുപോലെ 16 കഴിഞ്ഞതിന് ശേഷം എൻ്റെ അങ്കിളിൻ്റെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു റിസപ്ഷൻ നടത്തി എല്ലാവരെയും വിളിച്ച് വലിയ രീതിയിലൊരു റിസപ്ഷൻ നടത്താം എന്നാണ് അവരൊക്കെ പറഞ്ഞിരിക്കുന്നത്, ഡാഡി മമ്മി പറഞ്ഞിരിക്കുന്നത് എന്നിങ്ങനെ മനോഹർ പറയുകയാണ്. അത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ ശിവദാസൻ പറയുകയാണ്, അത് മോൻ പറഞ്ഞത് കറക്റ്റാണ്. കാരണം ഇങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്തായാലും വിവാഹമാണല്ലോ നമുക്കിപ്പോൾ പ്രധാനം. എന്തായാലും രജിസ്റ്റർ മാരേജ് ആണെങ്കിലും കുഴപ്പമില്ല, വിവാഹം എന്തായാലും നടക്കട്ടെ. അതിനുശേഷം നമുക്ക് മോൻ പറഞ്ഞതുപോലെ റിസപ്ഷനെ കുറിച്ച് ആലോചിക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാമെങ്കിൽ വിളിച്ചു കൂട്ടിയ ആളുകളൊക്കെ ഇല്ലേ, നിങ്ങൾ വിളിച്ചിട്ടുള്ള കല്യാണത്തിന് വിളിച്ചിട്ടുള്ള ആളുകൾ, അവരുടെ അടുത്തൊക്കെ വിളിച്ചിട്ട് വിവാഹം നീട്ടിവെച്ച കാര്യം പറഞ്ഞേക്ക്. രജിസ്റ്റർ മാരേജിൻ്റെ കാര്യം തൽക്കാലം പറയാൻ നിൽക്കണ്ട എന്നിങ്ങനെ പറയുകയാണ്. അത് ഞങ്ങൾ വേണ്ടുന്ന രീതിയിൽ കൈകാര്യം ചെയ്യാം മോനെ എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ ശിവദാസൻ. അപ്പോൾ ഉടനെ നമ്മുടെ മനോഹറിന് ഭയങ്കര സന്തോഷമാവുകയാണ്. ഉടനെ തന്നെ മനോഹർ പക്ഷേ ആ സന്തോഷമൊക്കെ അങ്ങ് ഉള്ളിൽ ഒളിപ്പിക്കുകയാണ്. എന്നിട്ട് പറയുന്നത്, അങ്കിൾ എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു എങ്കിൽ വിവാഹം നല്ല രീതിയിൽ നടത്തണമെന്ന്. കണ്ണീരൊന്നുമില്ല, എന്നാൽ ഇങ്ങനെ ചുമ്മാ ആക്കിയാണ്. എന്നിട്ട് പറയുന്നത്, എനിക്ക് വലിയ ആഗ്രഹമുണ്ടായിരുന്നു എങ്കിൽ, പക്ഷെ അത് സാധിക്കാതെ പോയി. എനിക്കതിൻ്റെ നല്ല നിരാശയുണ്ട്. ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ്? നിഷയ്ക്കും നല്ല വിഷമമാവുമായിരിക്കും. സാരമില്ല, ഇനിയിപ്പോൾ എന്ത് ചെയ്യാം, ഞാൻ അവളെ വിളിച്ചോളാമെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മനോഹർ അവിടെ നിന്ന് എസ്കേപ്പ് ആവുകയാണ്. അതിനുശേഷം പുള്ളിക്കാരൻ നേരെ ചെല്ലുവാണ് നമ്മുടെ സരയുവിൻ്റെ അടുത്തേക്കല്ല, നമ്മുടെ ബഹാസുരനൊക്കെ താമസിക്കുന്ന വീട്ടിലേക്കാണ് പുള്ളിക്കാരൻ ചെല്ലുന്നത്. അപ്പോൾ പുള്ളി ഇങ്ങനെ ചെല്ലുമ്പോൾ തന്നെ കാണുമ്പോൾ നമ്മുടെ ബഹാസുരനെ കാണുകയാണ്. വീടിൻ്റെ മുൻവശത്ത് സിറ്റൗട്ടിൻ്റെ ഭാഗത്തായിട്ട് നമ്മുടെ ബഹാസുരനെ കാണുകയാണ്. അപ്പോൾ തന്നെ നമ്മുടെ മനോഹർ എന്ത് ചെയ്യുന്നു, അകത്തേക്ക് കയറുന്നില്ല, പുറത്ത് നിന്നിട്ട് ഫോണിൽ വിളിക്കുകയാണ്, ബഹാസുരൻ്റെ ഫോണിൽ വിളിക്കുകയാണ്. അങ്ങനെ ബഹാസുരൻ പോയി ഫോൺ എടുത്തിട്ട് ചോദിക്കുകയാണ്, എന്താടാ, എന്തിനാണ് നീ വിളിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ, അതേ താൻ മുറ്റത്തോട്ടൊന്ന് ഇറങ്ങി വന്നേ എന്നിങ്ങനെ പറയണേ. അപ്പോൾ ബഹാസുരന് കാണാം മനോഹർ അവിടെ നിൽക്കുന്നത്. അപ്പോൾ ബഹാസുരൻ പറയണേ, എടാ നീ വീട്ടിനകത്തേക്ക് വന്നതല്ലേ, ഇങ്ങോട്ട് കയറി വാ. അത് പറ്റില്ല, എനിക്ക് നിങ്ങളോട് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്, അതുകൊണ്ട് നിങ്ങൾ അകത്തേക്ക് വാ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ബഹാസുരൻ പറയുകയാണ്, ഇല്ല, എനിക്ക് നിൻ്റെ അടുത്ത് ഒന്നും സംസാരിക്കാനില്ല, പുറത്തേക്ക് വരുന്ന ഒരു പ്രശ്നവുമില്ല, നീ അകത്തേക്ക് വാ. എന്നെക്കൊണ്ട് നിങ്ങളൊന്നും പറയിക്കരുത്, മര്യാദയ്ക്ക് ഇറങ്ങി വാടോ എന്നിങ്ങനെ പറയണം. അങ്ങനെ നമ്മുടെ ബഹാസുരൻ പിന്നാലെ ഇറങ്ങി ചെല്ലുകയാണ്. ചെന്നതിന് ശേഷം ചോദിക്കണേ, എന്താടാ, എന്തിനാ നീ എന്നോട് ഇങ്ങോട്ട് ഇറങ്ങി വരാൻ പറഞ്ഞത്? അത് മറ്റൊന്നിനുമല്ല, ഒരു കാര്യം നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് ചെയ്യണം, ചെയ്തേ പറ്റൂ. എന്ത് കാര്യമാണ്? അതെ, ഞാനൊരു വിവാഹ ഫംഗ്ഷന് പോകുന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. നിൻ്റെ വിവാഹമെന്ന് പറ, അതല്ലേ കറക്റ്റ്. അങ്ങനെയും പറയാം. പക്ഷേ ഇപ്പോൾ തൽക്കാലം അതിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. വിവാഹത്തിന് ഒരുപാട് ആളുകളെ ആരെയും ക്ഷണിക്കുന്നില്ല, ചെറിയൊരു ചടങ്ങിലുള്ള വിവാഹം മാത്രമായിരിക്കും. അതിലധികം ആളുകൾ ആരും പങ്കെടുക്കുന്നുണ്ടായിരിക്കില്ല. പക്ഷേ ആ ഒരു ചടങ്ങിൽ താൻ പങ്കെടുക്കണം. ഞാനോ? നിൻ്റെ ചടങ്ങിനോ? അങ്ങനെയൊന്നും പറഞ്ഞാലൊന്നും പറ്റില്ല, നിങ്ങൾ പങ്കെടുത്തേ പറ്റൂ. നിങ്ങൾ പങ്കെടുത്ത് ഞാൻ പറയുന്ന രീതിയിൽ അവിടെ കാര്യങ്ങൾ അവതരിപ്പിക്കണം. എന്ത് കാര്യടാ? അതെ, അതൊക്കെ ഞാൻ ക്ലാസ് എടുത്ത് തന്നേക്കാം. എന്ത് ക്ലാസ്? അതിനൊന്നും എന്നെ കിട്ടത്തില്ല. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ലല്ലോ. ഞാൻ പറയുന്നതിനൊക്കെ താൻ അനുസരിക്കും, അല്ലെങ്കിലുണ്ടല്ലോ തൻ്റെ മകൾ എല്ലാ കാര്യവും അറിയും എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ബഹാസുരൻ പറയണം, ഇത് വലിയ ശല്യമായല്ലോ എന്നിങ്ങനെ പറയണം. അപ്പോൾ മനോഹർ പറയുകയാണ്, എടോ മനുഷ്യ, താൻ അവിടെ വരണം. താൻ അവിടെ വരുന്നത് എന്തിനാണെന്നറിയാമോ? ഞാൻ പറഞ്ഞു തരുന്നത് പോലെ താൻ അവിടെ വന്നിട്ട് അങ്ങ് അവതരിപ്പിച്ചാൽ മതി. സംഭവം വേറെ ഒന്നുമല്ല, താൻ അവിടെ വന്നിട്ട് നിഷയുടെ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് പറയണം, ഞാൻ UK വലിയ ബിസിനസ്സുകാരനാണെന്നും തനിക്ക് എന്നെ നന്നായിട്ട് അറിയാമെന്നും പണ്ട് താനും ഞാനും കൂടി ഒരുമിച്ച് ഒരുപാട് ബിസിനസ്സുകളൊക്കെ നടത്തിയിട്ടുണ്ടെന്നും ഒക്കെ താനങ്ങ് വച്ച് കാച്ചണം എന്ന് പറയണം. അപ്പോൾ രാഹുൽ പറയണം, എന്നെക്കൊണ്ട് അതിനൊന്നും പറ്റില്ല, നീ ഈ പറയുന്ന നുണകളൊന്നും എനിക്ക് പറയാൻ പറ്റില്ല എന്നിങ്ങനെ പറയണം. അപ്പോൾ മനോഹർ പറയണം, പിന്നെ നുണ പറയാത്തൊരു പുണ്യാളം വന്നിരിക്കുന്നത്. എടോ മനുഷ്യ,
ഞാൻ പറയുന്ന കണക്ക് പറഞ്ഞില്ലെങ്കിലുണ്ടല്ലോ, എൻ്റെ സരയുവിൻ്റെ കാര്യം തനിക്കറിയാലോ. ഞാൻ എന്ത് പറഞ്ഞാലും അവൾ അതേ വിശ്വസിക്കൂ. ഞാൻ അവളോട് താരയുടെ കാര്യങ്ങളൊക്കെ അങ്ങ് തട്ടിവിടും. അതിനുശേഷം ഞാൻ അവളോട് പറയും, നിനക്ക് സംശയം ഉണ്ടെങ്കിലേ എന്താ പറയുന്നത് അതിന്, ആ എന്താ DNA DNA ടെസ്റ്റ് അങ്ങ് നടത്താൻ പറയും. ഞാനൊരു കാര്യം പറഞ്ഞാലുണ്ടല്ലോ, അവൾക്ക് അതിന് വാക്കില്ലെന്ന് തനിക്കറിയാലോ. പിന്നെ തൻ്റെ ഭാര്യയുടെ കാര്യം, തൻ്റെ ഭാര്യയ്ക്ക് ഇപ്പം ഏകദേശം തന്നെ സംശയമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. തോന്നലല്ല, ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണ്. അവരുടെ വാക്കിലും പ്രവൃത്തിയിലും സംസാരമൊക്കെ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് അങ്ങനെ തന്നെയാണ് പലപ്പോഴും തോന്നിയിട്ടുള്ളത് എന്നിങ്ങനെ പറയുകയാണ് മനോഹർ. അതിനുശേഷം മനോഹർ പറയാണ്, താൻ വരണം, താൻ വന്നിരിക്കണോടോ. വന്നിട്ട് താൻ അവിടെ എന്നെപ്പറ്റി നന്നായിട്ട് പുകഴ്ത്തി അങ്ങ് സംസാരിക്കണം. അപ്പോൾ ഉടനെ രാഹുൽ പറയാണ്, എനിക്കിവിടെ നിന്ന് അങ്ങനെ വരാനൊന്നും പറ്റില്ല. ഞാൻ ഇവിടുന്ന് പുറത്തേക്ക് വന്നാൽ ഇവിടെ ഉള്ളവരോട് ഞാൻ എന്താ പറയുക? പിന്നെ കള്ളത്തരം പറയാൻ അറിഞ്ഞൂടാത്തൊരു മാന്യൻ. ഇവിടെ മനുഷ്യ, താൻ പറയണം, തനിക്കിവിടെ വട്ടാണെന്നുള്ള കാര്യം ഇവിടെ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരേപോലെ ഇരിക്കുമ്പോൾ തനിക്ക് ടെൻഷൻ കയറുന്നു. തനിക്ക് എന്താ പറയുന്നത്, തനിക്ക് ആകെ പിരി ഇറുവുന്നു. അതുകൊണ്ട് തനിക്ക് പുറത്തോട്ടൊന്ന് ഇറങ്ങി ഒന്ന് റിലാക്സ് ചെയ്യണമെന്നൊന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ഇവിടെ ഉള്ളവരാരും തന്നെ തടയത്തില്ല. എന്തായാലും വട്ടനായ തൻ്റെ അടുത്തിരിക്കുന്നതിനേക്കാളും എല്ലാവർക്കും കുറച്ച് എന്താ പറയുന്ന അവരുടെ പിരിമുറുക്കം ഒന്ന് കുറഞ്ഞിരിക്കും താൻ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ. താൻ അങ്ങനെ അങ്ങ് ചെയ്താൽ മതി എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് പിന്നെ നമ്മുടെ എന്താ പറയുന്നത്, നമ്മുടെ രാഹുൽ പറയണ്, ഛേ നീ ഇത് എന്തൊക്കെയാണോ എന്നോട് പറയുന്നത്? എടോ മനുഷ്യ, താനുണ്ടല്ലോ ഞാൻ പറയുന്ന കേട്ടങ്ങ് ജീവിച്ചേച്ചാൽ മതി. പിന്നെ വേണമെങ്കിൽ തനിക്ക് എൻ്റെ അടിമയായാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരു കാര്യം ഞാൻ തന്നോട് പറഞ്ഞേക്കാം, താനുണ്ടല്ലോ എന്നെ അടിക്കാനായിട്ട് അങ്ങനെ കൈയെടുത്താലുണ്ടല്ലോ എൻ്റെ സ്വഭാവം മാറും കേട്ടോ. തനിക്ക് വേണമെങ്കിൽ എന്നെ നമ്പി ജീവിച്ചോ, അതാ തനിക്ക് പറ്റിയത് എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ മനോഹർ. ഇങ്ങനെ ആകെ ഇങ്ങനെ പണ്ടാറടങ്ങി കലി പിടിച്ചിങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ രാഹുൽ. അങ്ങനെ എപ്പിസോഡ് തീരുകയാണ്. എന്തായാലും നല്ലൊരു അടിപൊളി എപ്പിസോഡായിരുന്നു അല്ലേ? അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കണം. അതിന് മുമ്പായിട്ട് ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ. ശരിക്കും പറയുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ എന്തായിരിക്കും? ഈ വിവാഹ സമയത്ത്, നിശ്ചയമായിട്ടുള്ള വിവാഹ സമയത്ത് അവിടെ കല്യാണി വരണം എന്നാണോ നിങ്ങളുടെ ആഗ്രഹം? അതായത് കല്യാണിയും മേഘ്നയും ആ വിവാഹം നടക്കുന്ന ആ ഒരു സമയത്ത് അവിടേക്ക് വരണം എന്നാണോ നിങ്ങളുടെ ആഗ്രഹം? സരയുവും ശാരിയുമാണോ അവിടേക്ക് വരേണ്ടതെന്നാണ് നിങ്ങളുടെ അഭിപ്രായം? എന്തായാലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കൂ കേട്ടോ. തീർച്ചയായും കമൻറ്റ് ചെയ്തേക്കണം. ഓക്കെ, അപ്പോൾ ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂവും പ്രൊമോ വീഡിയോകളൊക്കെ ആയിട്ട് നാളെ ഞാൻ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബായ്.